ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ നോക്കുന്നത് നമ്മൾ ടെമ്പററി ബോർഡ്, അതായത് നമ്മൾ പുതിയ വീട് കാര്യങ്ങളൊക്കെ വയ്ക്കുന്ന സമയത്ത് ടെമ്പററി ബോർഡ് വയ്ക്കാറുണ്ട്. അതിൽ വെയ്യുന്ന നമുക്ക് പവർ പ്ലഗ് നമ്മൾ കൊടുക്കാറുണ്ട്. അത് കമ്പൈനഡ് കമ്പൈനഡ് ബോക്സിനെ കുറിച്ചിട്ടാണ് നമ്മൾ അതിൻ്റെ ആംബിയറും കാര്യങ്ങളൊക്കെയാണ് നമ്മൾ പരിചയപ്പെടുന്നത്. ഇതാണ് ആ പറയുന്ന പ്ലഗ് സോക്കറ്റ് വരുന്നത്. അതായത് ഒറ്റ മോഡുകളിൽ തന്നെയാണ് വരുന്നത്. ഒറ്റ മോഡിൽ തന്നെ സ്വിച്ച് കാര്യങ്ങളെല്ലാം കൂടി ഒന്നിച്ച് മോൾഡ് ചെയ്തിട്ടാണ് വരുന്നത്. ഇത് നമ്മൾ ഉറപ്പിക്കുന്നത് ജിയുടെ ഷീറ്റ് കണ്ടോ. ഇത് ടെമ്പററി ബോർഡ് ഓൾറെഡി നമുക്ക് ഇതുപോലെ തന്നെ നമുക്ക് റെഡിമെയ്ഡായിട്ട് കിട്ടും. അതായത് മരത്തിൻ്റെ കാര്യങ്ങൾ ചെയ്യണമെന്ന് നിർബന്ധമില്ല. ഇതുപോലെ റെഡിമെയ്ഡ് നമുക്ക് പുറമേ നിന്ന് വാങ്ങിക്കാൻ കിട്ടും. അത് കറക്റ്റായിട്ട് ഇതുപോലെ ഹോള് കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട്. നേരെ ഇതിലേക്ക് വരുന്ന ആ മെറ്റീരിയൽസ് നമുക്ക് ഇതിലേക്ക് പ്ലഗ് ചെയ്ത് കൊടുക്കുക, അല്ലെങ്കിൽ ഇതുപോലെ തന്നെ സ്ക്രൂ ടൈപ്പ് ചെയ്ത് കൊടുത്താൽ മാത്രം മതി. ഇതിപ്പോൾ നമ്മൾ പറഞ്ഞു കമ്പൈനഡ് കമ്പൈനഡ് ബോക്സാണ് കൊടുത്തിരിക്കുന്നത്. അത് നേരെ ഇതുപോലെ തന്നെ ബാക്ക് സൈഡ് ഇല്ല, പവർ പ്ലഗ് കണ്ടോ, ബാക്ക് സൈഡ് ഇല്ലാത്തതാണ്. അത് ഇതുപോലെ നമുക്ക് 4 സ്ക്രൂവിലാണ് ഉറപ്പിച്ചിരിക്കുന്നത്. അപ്പോൾ അതിൽ വന്നിരിക്കുന്ന ഫേസ് വന്നിരിക്കുന്ന സ്വിച്ചിലേക്ക് വന്നിരിക്കുന്നു. അതിനുശേഷം നേരെ അതിൽ നിന്ന് കൺട്രോൾ ചെയ്തിട്ട് റൈറ്റ് സൈഡ് എന്ന് മാർക്ക് ചെയ്തതിന് പ്ലഗ് സോക്കറ്റിലേക്ക് പോയിരിക്കുന്നു. പിന്നെ ന്യൂട്രൽ, എർത്ത്, ഇത്രയാണ് നമ്മുടെ മെയിനായിട്ട് വന്നിരിക്കുന്നത്. ഇതാണ് ഇതിൻ്റെ ഫ്രണ്ട് വ്യൂ വരുന്നത്. അതായത് നമ്മൾ മെയിനായിട്ട് ഇത് ഉദ്ദേശിക്കുന്നത് പവർ പ്ലഗിനാണ് യൂസ് ചെയ്യുന്നത്. അതായത് വീട് കാര്യങ്ങളൊക്കെ പണിയുന്ന സമയത്ത് നമുക്ക് പവർ വളരെ അത്യാവശ്യമാണ്. അതിന് വേണ്ടിയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അത് വരുന്ന ബോക്സും കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഇത് നോക്കുന്നത്. ഇതാണ് നമ്മൾ അതിൻ്റെ വന്നിരിക്കുന്ന കമ്പൈനഡ് ബോക്സിൻ്റെ അതിൻ്റെ ആ ക്യാബിൻ അതായത് ആ പെട്ടി വന്നിരിക്കുന്നത്. ഇനി ഇതിൻ്റെ ആംബിയറും കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കി അറിയാൻ പറ്റും. 6 to അതായത് 6 to 16 ആംബിയർ വരെയാണ് കൊടുത്തിരിക്കുന്നത്. 20 ആംബിയർ സ്വിച്ചുമാണ് കൊടുത്തിരിക്കുന്നത്. അതായത് അതിൻ്റെ അകത്ത് കൊടുത്തിരിക്കുന്ന മോൾഡ് ചെയ്തിരിക്കുന്ന സ്വിച്ച് 20 ആംബിയറോട് സപ്പോർട്ട് ചെയ്യും. 6 ആംബിയർ തൊട്ട് 16 ആംബിയർ വരെ കൊടുക്കും. അതായത് പവർ പ്ലഗിന് തുല്യമായിട്ട് തന്നെ പവർ പ്ലഗ് തന്നെയാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത്. ഇത് നമ്മൾ ഉദ്ദേശിക്കുന്നത് വീട് കാര്യങ്ങളൊക്കെ പണിയുന്ന സമയത്ത് ടൈലിൻ്റെ വർക്ക്, അതുപോലെ തന്നെ വെൽഡിങ് വർക്കുകൾ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത്യാവശ്യം നമുക്ക് അതിൻ്റെ അകത്ത് സപ്പോർട്ട് ചെയ്യാം. പക്ഷേ വെൽഡിങ് വർക്ക് കാര്യങ്ങൾ പണ്ടത്തെ മെഷീനുകൾ കുത്തുന്ന സമയത്ത് ഒന്ന് ശ്രദ്ധിച്ച് ചെയ്യുന്നതാണ് ഉത്തമം, നോക്കി ചെയ്യുന്നതാണ് നല്ലത്. കാരണം പഴയ വെൽഡിങ് സെറ്റുകൾ നമ്മൾ കുത്തുന്ന സമയത്ത് elcb ഒക്കെ പോകാനുള്ള ചാൻസസ് കൂടുതലാണ്. ഇപ്പോൾ പുതിയ മോഡൽ അത്രയും ആംബിയർ എടുക്കുന്നില്ല. ഇത് നമുക്ക് ഡയറക്റ്റായിട്ട് നമുക്ക് ഈ പവർ പ്ലഗിൽ കുത്തി കൊടുക്കാം. പിന്നെ അതുപോലെ തന്നെ വെൽഡിങ്ങിൻ്റെ മറ്റ് വർക്കുകളും കാര്യങ്ങളൊക്കെ വരുന്ന സമയത്ത് നമുക്ക് ഈ പറഞ്ഞ രീതിയിൽ ഇതിൽ നിന്ന് എടുക്കാം. ഗ്രൈൻഡറും കാര്യങ്ങളൊക്കെ വർക്ക് ചെയ്യിപ്പിക്കുന്നതിന്, പിന്നെ ടൈലിൻ്റെ വർക്ക് കാര്യങ്ങളൊക്കെ വർക്ക് ചെയ്യിപ്പിക്കുന്നതിന് നമുക്ക് ഈ പവർ പ്ലഗ് വളരെ അത്യാവശ്യമാണ്. അപ്പോൾ ടെമ്പററി ബോർഡ് വയ്ക്കുന്ന സമയത്ത് വളരെ ഇമ്പോർട്ടൻറ്റ് കാര്യങ്ങളിൽ ഒന്നാണ് പവർ പ്ലഗ് നമ്മൾ കൊടുക്കുക. അപ്പോൾ പവർ പ്ലഗിൻ്റെ മോഡുകൾ ഒറ്റ മോഡുകളായിട്ടാണ് വന്നിരിക്കുന്ന ബോക്സാണ് നമ്മൾ ഇന്ന് പരിചയപ്പെട്ടത്. അപ്പോൾ ഇതുപോലെ തന്നെ നമുക്ക് വേണമെങ്കിൽ ഈ പവർ പ്ലഗിൻ്റെ കൂടെ തന്നെ ഒരു എക്സ്ട്രാ പ്ലഗ് വേണമെങ്കിൽ നമുക്ക് ഈ ടെമ്പററി ബോർഡിൽ കൊടുക്കാം. അതായത് നോർമൽ പ്ലഗ് വേണമെങ്കിലും കൊടുക്കാം. അതിനുള്ള ഓപ്ഷൻസ് നമുക്ക് ഈ പറഞ്ഞ ടെമ്പററി ബോർഡിൻ്റെ ഈ റെഡിമെയ്ഡ് ബോക്സ് അല്ലെങ്കിൽ ഈ പറയുന്ന ഷീറ്റ് വാങ്ങിക്കുമ്പോൾ നമുക്ക് കിട്ടുന്നതാണ്. അപ്പോൾ ഇത് എങ്ങനെയാണ് ഉറപ്പിക്കുന്നത്, റെഡിമെയ്ഡ് ഷീറ്റ് കാര്യങ്ങളിൽ വന്നതിന് ശേഷം എങ്ങനെയാണ് അതിൻ്റെ പവർ കൊടുക്കുന്നത്, അതിൻ്റെ സപ്ലൈ കാര്യങ്ങളൊക്കെ കൊടുക്കണമെന്ന് അറിയണമെന്ന് താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ കമൻറ്റ് ചെയ്താൽ മതി. അടുത്ത വീഡിയോ നമുക്ക് അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും. അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ്, നിങ്ങൾക്ക് വീഡിയോ ഉപകാരപ്പെട്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇനി എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യാൻ മടിക്കരുത്, ഷെയർ ചെയ്യാൻ മടിക്കരുത്, സബ്സ്ക്രൈബ് ചെയ്യാനും മടിക്കരുത്. എനിക്ക് തോന്നുന്നു കാണുന്ന എല്ലാവരും തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നതെന്ന് തോന്നുന്നു. തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് കൂടി ചെയ്തേക്കാം ഫ്രണ്ട്സ്. എന്നാലേ നമുക്ക് ഇതിലുള്ള വീഡിയോസ് ചെയ്യാനുള്ളൊരു മോട്ടിവേഷൻ ലഭിക്കുകയുള്ളൂ. അപ്പോൾ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് കൂടി ചെയ്തേക്കാം. ഓക്കെ ഫ്രണ്ട്സ്, അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഓക്കെ. There was once a day that I would pray for you. I'd go and misbehave just so you'd notice too. Sneaking looks up and down from across the room. And damn, what a hell of a view. I feel good, you look great, I like you, I can't wait. A first time, a first date, you're so fine, I'm so late. You sip wine, I drink straight.